SU-57 യുദ്ധവിമാനം വാങ്ങാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ്. വളരെ രഹസ്യമായിട്ടാണ് ഇത്തരത്തിൽ റഷ്യയുമായിട്ട് ഒരു ഡീലില് ഒപ്പുവെച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് മാധ്യമങ്ങളിലൊന്നും അധികം ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്തു വന്നിട്ടില്ല. SU-57യുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ സമീപകാലങ്ങളിലൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പല തടസ്സങ്ങൾ കാരണം ഇന്ത്യക്ക് അത് നേരത്തെ വാങ്ങുവാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഒടുവിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. SU-57 ഇന്ത്യ വാങ്ങാൻ പോവുകയാണ്. എന്ത് മേൽക്കൈയാണ് ഇന്ത്യയുടെ യുദ്ധമുഖത്ത് SU-57 യഥാർത്ഥത്തിൽ കൊണ്ടുവരിക? റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ SU-57 ഭാരത സർക്കാർ റഷ്യയുമായിട്ട് അത് വാങ്ങാനായിട്ട് ഭാരത സർക്കാർ റഷ്യയുമായിട്ട് നിശബ്ദമായിട്ടുള്ള ഒരു ധാരണയിലെത്തുകയും ഒരുപക്ഷെ അതിനുള്ള ഒരു ഓർഡർ കൊടുക്കുകയും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സൂചന റഷ്യയിലെ ചില വാർത്താ ഏജൻസികൾ ഇന്നലെ പുറത്തുവിട്ടു. SU-57 ഏറ്റവും ആധുനികമായ വെർഷനാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. SU-57 വാങ്ങാൻ 2 രാജ്യങ്ങൾ ഇതുവരെ റഷ്യയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഇറാനാണ്, മറ്റൊന്ന് അൾജീരിയയാണ്. പക്ഷെ അൾജീരിയയും ഇറാനും വാങ്ങുന്ന അതേ വിമാനമല്ല ഇന്ത്യക്ക് റഷ്യ നൽകാൻ പോകുന്നത്. SU-57 M1 എന്ന് പറയുന്ന, അതുപോലെ അതിന്റെ എഞ്ചിന് AL-51F1 എന്ന അതിശക്തമായ എഞ്ചിനോട് കൂടിയ SU-57 ഒരു പുതിയ വെർഷനാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങുന്നത്. അത് ഫ്ലൈ അവേ കണ്ടീഷൻ എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും നിർമ്മിച്ച് 40 വിമാനങ്ങളോളം ഇന്ത്യക്ക്, 40 തൊട്ട് 60 ഇടയ്ക്കാണെന്നാണ് പറയുന്നത്. അത്രയും വിമാനങ്ങൾ ഇന്ത്യക്ക് റഷ്യ നൽകും. ഇന്ത്യക്ക് ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള മുഴുവൻ ടെക്നോളജിയും റഷ്യ നൽകാൻ തയ്യാറാണ്. സോഴ്സ് കോഡ് എന്ന് പറയുന്ന അതിന്റെ സോഫ്റ്റ്വെയറിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഇന്ത്യക്ക് കൈമാറും. ഇതൊരു സ്റ്റാൻഡ് ഓഫ് പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ ആണ് ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയിൽ. അപ്പോൾ ഇത് നാളുകളായിട്ട് ഇന്ത്യ പരിഗണിച്ചിരുന്നതാണ്. ഇന്ത്യ സ്വന്തമായിട്ട് AMC എന്ന ഒരു 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ AMC നിർമ്മിക്കുന്ന കാരണം നമ്മൾ മറ്റൊരു 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങിയാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമായി. കാരണം ഇത് അങ്ങനെ ഒരു വിമാനം വാങ്ങിയാൽ നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ കൈവശമുള്ള ധനം ഒരു ഭാഗം നമ്മൾ അതിനു വേണ്ടി അങ്ങ് ചെലവഴിക്കുക. അങ്ങനെ വരുമ്പം AMCക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പൈസയിൽ കുറവുണ്ടാകും. ഇത് കാരണമാണ് ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നാളുകളായിട്ട് ഒരു തീരുമാനമെടുക്കാതെ ഇങ്ങനെ ദീർഘിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ J-20C ചൈനയുടെ കൈവശമുണ്ട്. അമേരിക്കയുടെ കൈവശം F-22 റാപ്റ്റർ എന്ന് പറയുന്ന വിമാനവും F-35 ലൈറ്റ്നിങ് എന്ന വിമാനവും. അപ്പം ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള വ്യോമ സ്പേസ് എന്ന് പറയുന്ന ഒരു ഹൈലി കണ്ടസ്റ്റഡ് എയർ സ്പേസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു 5ാം തലമുറ യുദ്ധവിമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഇതാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്താനുള്ള ഒരു കാര്യം. നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു 5ാം തലമുറ വിമാനം SU-57 ആണ്. കാരണം ചൈന ഏതായാലും ഇന്ത്യയുടെ ശത്രുവായ ചൈന J-20C എന്ന വിമാനം ഇന്ത്യക്ക് നൽകില്ലല്ലോ. അമേരിക്ക F-35 F-22 നൽകണമെങ്കിൽ അതിന് പലപ്പോഴും എല്ലാ ദിവസവും രാവിലെ ലോക്ഹീഡ് മാർട്ടിന്റെ ഒരു OTP വരും. ആ OTP വന്ന് അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ എഞ്ചിന് പൂർണ്ണമായിട്ട് പ്രവർത്തനക്ഷമമാവൂ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു കാരണവശാലും വിശദാംശങ്ങൾ ആർക്കും കൊടുക്കില്ല. വിമാനത്തിന്റെ മിഷനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയിച്ചാൽ മാത്രമേ ഈ ലോക്ഹീഡ് മാർട്ടിന്റെ OTP വ്യോമസേനയ്ക്ക് ലഭിക്കും. അത് വൺ ടൈം OTP അല്ല, അത് ഓരോ ഓപ്പറേഷന് മുമ്പ് എല്ലാ ദിവസവും അത് ലഭിക്കേണ്ടതുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇനി അഥവാ F-35 ഇന്ത്യക്ക് വിറ്റാലും, ഇടയ്ക്ക് അവർ അങ്ങനെ ഒരു സൂചന നൽകിയിരുന്നു, ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ്. ഇനി അങ്ങനെ തന്നാൽ പോലും അതൊരു ബാധ്യതയായിരിക്കും. കാരണം പാകിസ്ഥാനിനെ ആക്രമിക്കാൻ പോകുന്ന വിമാനത്തെ പെട്ടെന്ന് നിഷ്ക്രിയമാക്കിയാലും അത് ഇന്ത്യ ഒരു വൻ ചതിയായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മുന്നോട്ട് പോകുന്നത് എളുപ്പമല്ല. നമ്മുടെ തേജസ് MK-1A വേണ്ട F-404 എഞ്ചിൻ നൽകുന്നതിൽ അമേരിക്കയുടെ വിമാന
എഞ്ചിൻ നിർമ്മാതാക്കളായ GE വരുത്തിയിരിക്കുന്ന കുറ്റകരമായ വീഴ്ച വർഷങ്ങളായിട്ട് അതിൻ്റെ ഡിലേ വന്നിരിക്കുകയാണ്. അതായത് അവർ ഓരോ വർഷവും 14 എഞ്ചിനോളം തരാമെന്ന് പറഞ്ഞവർ 2 കൊല്ലത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ കഴിഞ്ഞ 2025 ഡെലിവറി ചെയ്തത്. അത് വെറും 6 എഞ്ചിനാണ്, 23 തന്നു തുടങ്ങേണ്ടതാണ്. അപ്പോൾ അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ റഷ്യയുടെ ഈ ഓഫർ, സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ ഇന്ത്യക്ക് ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു ഓഫർ അല്ല. ഇനി ഗൗതം ചോദിച്ചല്ലോ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം ഈ വിമാനത്തെക്കുറിച്ചുള്ള ഒരു പരമ്പരാഗതമായ പരാതി, ഇതിന്റെ എഞ്ചിൻ വേണ്ടത്ര കുറച്ചുകൂടി ശക്തി വേണം എഞ്ചിന്. അത് റഷ്യ പുതിയ എഞ്ചിൻ നിർമ്മിച്ച് ഇപ്പം Su-57 ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യകാലത്ത് ഉണ്ടായിരുന്ന AL-41F1 എന്ന എഞ്ചിൻ മാറ്റിയിട്ട് കൂടുതൽ കരുത്തുള്ള AL-51F1, ആദ്യമുള്ളത് AL-41F1 ആണ്. അപ്പോൾ 51F1 എന്ന എഞ്ചിൻ റഷ്യ ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇനി ആ ഒരു പരാതി നിലനിൽക്കുന്നതല്ല. F-22 റാപ്റ്ററിനേക്കാൾ ത്രസ്റ്റ് നൽകുന്ന എഞ്ചിനുകളാണ് ഇപ്പോൾ ഈ Su-57 M1-ൽ ഘടിപ്പിച്ചിരിക്കുന്ന AL-51F1 എഞ്ചിൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ആ പരാതിയില്ല. ആ എഞ്ചിൻ കുറച്ചുകൂടി സ്റ്റെൽത്താണ്, അതായത് ആ എഞ്ചിനിൽ നിന്നും അത്രയധികം ചൂട് പുറത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഇതിൻ്റെ സെൻസർ സ്യൂട്ടുകൾ, നെക്സ്റ്റ് ജനറേഷൻ സെൻസർ സ്യൂട്ടുകൾ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അതും ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം. ഇതൊന്നും തന്നെ അൾജീരിയക്കോ ഇറാനോ വിൽക്കുന്ന Su-57 ഇത് ഇന്ത്യക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്റേണൽ ബേ എന്ന് പറയുന്ന ഇതിലെ മിസൈലുകൾ ഘടിപ്പിക്കുന്നത് ഇതിനുള്ളിലായിരിക്കും. ആ മിസൈലുകൾ വിക്ഷേപിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അവ പുറത്തു വരുന്നത്. അത് കാരണം തന്നെ വിമാനത്തിന്റെ സ്റ്റെൽത്ത് കൂടും. Su-57 മറ്റു പല കാര്യങ്ങൾ, അതായത് ത്രസ്റ്റിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ തന്നെ അമേരിക്കയുടെ വിമാനങ്ങളായ F-22 അതുപോലെ F-35 പിറകിലാണ്. പക്ഷേ അവർ മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ ഈ റഡാറിന്റെ കണ്ണിൽ പെടാതിരിക്കാനുള്ള സ്റ്റെൽത്ത് എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ട്. അതായത് റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന വളരെ ചെറിയ 0.1 മീറ്ററിൽ താഴെയാണ് ആ വിമാനത്തിന്റെ റഡാറിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാഗങ്ങൾ. ഇതാണ് അമേരിക്കയുടെ F-22 അല്ലെങ്കിൽ F-35 അഡ്വാൻറ്റേജ്. ആ അഡ്വാൻറ്റേജ് ഇനി പുതിയതായിട്ട് ഇറങ്ങുന്ന ഈ പറയുന്ന Su-57 M1 അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി മറ്റൊരു വിഷയം, ഇന്ത്യ ഇത് ഉപയോഗിക്കാൻ പോകുന്നത് ഇതൊരു സ്റ്റാൻഡ് ഓഫ് പ്ലാറ്റ്ഫോമായിട്ടാണ്. അതായത് ഇന്ന് പലപ്പോഴും ശത്രു രാജ്യത്തിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നതിനേക്കാൾ പ്രാധാന്യം ദൂരത്ത് നിന്നുകൊണ്ട് ശത്രുവിന് നേരെ മിസൈലുകൾ ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കുക. അതിനു വേണ്ടിയിട്ട് കിൻഷർ എന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈല്, അതുപോലെ തന്നെ മറ്റ് എയർ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈലുകൾ, R-37 എന്ന് പറയുന്ന എയർ ടു എയർ മിസൈൽ, ഇന്ന് ലോകത്തിലെ ഉപയോഗത്തിലിരിക്കുന്ന എയർ ടു എയർ അല്ലെങ്കിൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ ഏറ്റവും അധികം ദൂരപരിധിയുള്ള മിസൈലാണ് R-37. ആ R-37 മിസൈൽ ഇതോടൊപ്പം റഷ്യ ഇന്ത്യക്ക് കൈമാറുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ വളരെ കൃത്യമായ മേൽക്കൈ ഇന്ത്യക്ക് ലഭിക്കുകയാണ്. പിന്നെ ഇന്ത്യയുടെ സ്വന്തം മിസൈലുകൾ, സ്വന്തം ആയുധങ്ങൾ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതാണ് സോഴ്സ് കോഡ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കുള്ള പ്രത്യേകത. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ഭയം, അമേരിക്ക എന്തുകൊണ്ടാണ് ഇന്ത്യ Su-57 വിമാനം വാങ്ങുന്നതിനെ എതിർത്തത്? അതായത് പാശ്ചാത്യ രാജ്യങ്ങൾക്കറിയാം വിമാനം നിർമ്മിക്കാനും എഞ്ചിൻ നിർമ്മിക്കാനും ഒക്കെ റഷ്യക്ക് കഴിവുണ്ട്. പക്ഷേ ഇലക്ട്രോണിക് വാർഫെയർ അതുപോലെ മറ്റു പല ഘടകങ്ങളിൽ ഇന്ത്യ ഇസ്രായേലുമായിട്ട് ചേർന്ന അതിനൂതനമായ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവർ രണ്ടും കൂടി ഒത്തുചേർന്നാൽ, അതായത് റഷ്യൻ വിമാനത്തിന്റെ ഡിസൈന്, റഷ്യൻ വിമാനത്തിന്റെ എയർ ഫ്രെയിമിന്റെ ഒരു കരുത്ത്, റഷ്യൻ എഞ്ചിന്റെ കരുത്ത്, ഇതുമായി ഇസ്രായേലും ഇന്ത്യയും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഒത്തുചേരുമ്പോൾ ഇതൊരു അതീവ മാരകമായ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറുകയാണ്. അതായത് F-35 അല്ലെങ്കിൽ F-22 റാപ്റ്ററിനെയോ കാൾ മികച്ച ഒരു വിമാനം ഇന്ത്യയുടെ കൈവശം വന്നു ചേരുകയാണ്.
ഇത് തടയാൻ വേണ്ടിയാണ് അമേരിക്ക ഇന്ത്യ റഷ്യയിൽ നിന്നും ഈ Su-57 വാങ്ങുന്നതിനെ എതിർത്തത്. ഇനി ഈ ഒരു വിമാനം ഇന്ത്യയുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ത്യയുടെ അസ്ത്ര 1, 2 എന്നീ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ അവയുടെ ദൂരപരിധി വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അസ്ത്ര 1ന്റെ ദൂരപരിധി മുമ്പ് വെറും 100 കിലോമീറ്റർ ആയിരുന്നു. ഇന്നത് 160 കിലോമീറ്ററിനടുത്താണ്. അസ്ത്ര 2ൻ്റേത് 250, 240 തൊട്ട് 250 കിലോമീറ്റർ വരെ ദൂരപരിധി വർദ്ധിപ്പിച്ചു. അതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞു. ഈ 2 എയർ ടു എയർ മിസൈലുകളും ഇന്ത്യ Su-57 സംയോജിപ്പിക്കും. അങ്ങനെ സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ അതീവ മാരകമായ ഒരു പ്ലാറ്റ്ഫോമാണ്. F-16 ഒരു കാരണവശാലും ഇതിന് നേരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി വരുന്ന യുദ്ധങ്ങളിൽ ഈ വിമാനം ഇന്ത്യ ഓർഡർ ചെയ്താൽ ഈ വർഷം 2026 അവസാനം അല്ലെങ്കിൽ 2027 തുടക്കത്തിൽ റഷ്യ കൈമാറും. ഇത്തരം ഒരു വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുണ്ടെങ്കിൽ മറ്റൊരു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ തുടക്കമിടുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിമാനം പോലും നഷ്ടപ്പെടാതെ പാകിസ്ഥാന്റെ ഒരു എയർ ടു എയർ മിസൈലിനും എത്തപ്പെടാൻ പറ്റാത്ത ദൂരത്ത് നിന്നുകൊണ്ട് ഇന്ത്യക്ക് ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഏത് സൈനിക കേന്ദ്രത്തെയും ആക്രമിക്കാൻ പറ്റും. കാരണം പാകിസ്ഥാന്റെ റാവൽപിണ്ടി ആകട്ടെ, ഇസ്ലാമാബാദ് ആകട്ടെ, അല്ലെങ്കിൽ ലാഹോറോ കറാച്ചിയും ആകട്ടെ, ഇതൊക്കെ പരമാവധി എല്ലാം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് വെറും 500 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ്. ഈ Su-57 എന്ന സ്റ്റാൻഡ് ഓഫ് പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിക്കുന്ന പല ആയുധങ്ങളും 700 കിലോമീറ്റർ തൊട്ട് 1500 കിലോമീറ്റർ വരെ ദൂരപരിധി യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി നരക അഗ്നിയുടെ ദിനങ്ങളായിരിക്കും ഈ വിമാനം ഇന്ത്യയുടെ കൈവശം വന്നു ചേർന്നാൽ. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ വ്യോമ സ്പേസിലോട്ട് ഇത് കയറേണ്ട കാര്യമില്ല. ഇത് പഞ്ചാബിലോ രാജസ്ഥാനിലോ എവിടെയെങ്കിലും ഉയർന്നു പൊങ്ങി അവിടെ നിന്നായിരിക്കും പാകിസ്ഥാന് നേരെ എല്ലാ മിസൈൽ ആക്രമണവും നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം വിമാനം ഇന്ത്യയുടെ കൈവശം വന്നു ചേരുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വന്തം AMCA എന്ന് പറയുന്ന 5th ജനറേഷൻ വിമാനം അത് 2030കളുടെ തുടക്കത്തിൽ മാത്രമായിരിക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകുക. അതുവരെ ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ Su-57 തുടരും. അതിനുശേഷവും ടെക്നോളജി നമ്മുടെ കൈവശമുള്ള കാരണം നമുക്ക് ഈ വിമാനം ഒരുപാട് അപ്ഗ്രേഡുകൾ നടത്താനും അങ്ങനെ ഈ വിമാനം 2040 വരെ ഇന്ത്യയുടെ വ്യോമസേനയുടെ ഒരു പ്രധാന ഘടകമായിട്ട് നിലനിൽക്കാനും ഇതിന് സാധിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ വീണ്ടും വരും ദിവസങ്ങളിൽ സമീപിക്കാം. ഇപ്പോൾ തൽക്കാലം ആരുടെയും ശ്രദ്ധ ആകർഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം സർക്കാർ ഇത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഇത് ശരിവെക്കുകയോ രണ്ടും ചെയ്തിട്ടില്ല. ഈ വാർത്തകൾ കൂടുതൽ വിശദാംശങ്ങളോ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് അത് വിശകലനം ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു.